ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ആർട്ട്ലസ് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലം വീഡിയോസ് ഇടായിരുന്നത് കുറച്ച് എക്സാമുകളും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിരുന്നത് പറഞ്ഞാൽ ഒരു ഫോണിലാണ്. ഇപ്പോൾ നമ്മൾ ടാബിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യണ മാതിരി തന്നെയാണ് സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ നോർമൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവുക അതേമാതിരി തന്നെയാണ് നിങ്ങളുടെ ഫോണിലുണ്ടാവുക. ഇതിൽ ജസ്റ്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. പിന്നെ നമ്മളെന്തൊരു വീഡിയോയിൽ മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ്റ് എന്താ വെച്ചാൽ, നമ്മൾ ഇതുവരെ വീഡിയോസൊക്കെ ഇട്ടതിൽ നമുക്കൊന്നില്ലെങ്കിൽ കർവ് ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ടൈമർ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് iOS ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു അടുത്തെങ്കിലും എത്താൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ഈ മറ്റേ വീഡിയോയിൽ പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്താ വെച്ചാൽ റീൽസൊക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കർവും വരും, അതേമാതിരി ടൈമറും പിന്നെ ഡെയിലി യൂസർ നെയിമും നമ്മൾ ഐഫോണിൽ എങ്ങനെയാണോ സ്റ്റോർ ഇടുക അതേമാതിരി സിമ്പിളായിട്ട് തന്നെ വരുന്നൊരു ട്രിക്കാണ്. അത് ട്രിക്കില്ല, ജസ്റ്റ് നമ്മളതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ ഇതിൻ്റെ 2 ലിങ്ക് കൊടുക്കാം. ഒന്ന് നിങ്ങൾക്ക് 2 ടൈപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യാം. കയറിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് ടെലഗ്രാമിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ നിന്ന് ആ വീഡിയോ കണ്ടതിന് ശേഷം 2 ലിങ്ക് ഉണ്ട്. 2 ലിങ്കും സെയിം ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാൽ ഇതിൽ സ്റ്റെപ്പ് കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് വേണമെന്ന് വെച്ചെങ്കിൽ അവിടെ നിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് എളുപ്പം തോന്നുന്നു വെച്ചാൽ ആ 2 ലിങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് കുറച്ച് കാലം യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സേഫാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ആരുടെ കൊണ്ടും മെയിൻ അക്കൗണ്ടിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യിപ്പിക്കണില്ല. കാരണം തേർഡ് പാർട്ടി ആപ്പാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തരാം അതെങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മെയിനായിട്ട് കിട്ടുന്നത് വെച്ചാൽ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് കർവ്ഡ് എഡ്ജസ് കിട്ടും. അതേമാതിരി തന്നെ റീൽസ് ഇടുമ്പോഴും കർവ്ഡ് എഡ്ജും പ്ലസ് ടൈമറും നെയിമും ഇൻസ്റ്റാഗ്രാമിൽ, അതായത് iOS ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഇടുക അതേമാതിരി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ എന്തായാലും വീഡിയോക്ക് ഒരു 1K ലൈക്ക് ടാർജറ്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടങ്ങാണ്ട് മുന്നേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വരിക. കാരണം ഞാൻ പറഞ്ഞു ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഇത് ടാബിലാണ്, നമ്മുടെ മൊബൈൽ ഫോണിലല്ല, ടാബിലാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ചെയ്ത നമ്മുടെ ഫോണിൽ എങ്ങനെ ഉണ്ടാവുക അതേമാതിരി തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതിന് സെറ്റിങ്സുകളൊക്കെ ഈ സൈഡിൽ വരുന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് ആദ്യം ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഹോം ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെയാണ് എൻ്റെ ഹോം ബട്ടൺ വരും. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഗോ ടു ഡെവലപ്പർ ഓപ്ഷൻ പേജ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെറ്റ കോൺഫിഗ് സെറ്റിങ്സ് ആൻഡ് ഓവർ റൈഡ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ 2 സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോറി മെൻഷൻ റീഷെയർ സ്റ്റിക്കർ എന്ന് ഇവിടെ മേലെ സെർച്ച് ചെയ്യാച്ചെങ്കിൽ അതവിടെ വരുന്നതാണ്. അതേമാതിരി സ്റ്റോറി വീഡിയോ സ്റ്റിക്കർ മൈഗ്രേഷൻ എന്നും സെർച്ച് ചെയ്യാച്ചെങ്കിൽ അതിവിടെ വരുന്നതാണ്. അപ്പോൾ അതിൽ ഈ 2 നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഏകദേശം നമ്മളെന്തൊരു വീഡിയോയിൽ മെയിൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾ ഡയറക്റ്റ് ഡെവലപ്പർ മോഡിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യരുത്. കാരണം ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ഡെവലപ്പർ മോഡ് എടുത്തതിന് ശേഷം മെറ്റയിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഇവിടെ ഫസ്റ്റ് ഞാനിപ്പോൾ എനേബിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് 2 നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടത്. ഇത് എനേബിൾ ചെയ്യാത്ത നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് ഇത് വരില്ല. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എടുക്കണം. ഇത് 2 നിങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റീലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റീൽ എടുത്തിട്ട് അതൊന്ന് ഷെയർ ചെയ്തിട്ട് അതെങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ ഒരു റീൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റീൽ എടുത്തിട്ട് അതെങ്ങനെ ഷെയർ ചെയ്യുക, അത് നോർമലി നിങ്ങൾ സ്റ്റോറിയുടെ മാതിരി തന്നെയാണ്. പക്ഷേ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് സ്റ്റോറി കൊടുക്കുക. അപ്പോൾ ലോഡായതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണോ ഐഫോണിൽ സ്റ്റോറി ഇടുക. ഐഫോൺ യൂസേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐഫോൺ യൂസർ അല്ല, നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതേമാതിരിയാണ് നമുക്ക് iOS ഇൻസ്റ്റാഗ്രാമിൽ, അതായത് iOSൽ എങ്ങനെയാണോ സ്റ്റോറി ഇടുക അതേമാതിരി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ കുറേ കളർ വരും. അപ്പോൾ ജസ്റ്റ് ഞാൻ വൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്യുക, ജസ്റ്റ് വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഇഷ്ടംമാതിരി കളറൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്റ്റോറി ഇടാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ. അപ്പോൾ 1K ആണ് നമ്മുടെ എന്നിട്ട് ലൈക്ക് ടാർജറ്റ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് റീമെൻഷൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുകയെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് റീമെൻഷൻ വെച്ച് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും.
അപ്പോൾ നമ്മൾ ആഡ് ടു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാർബൺ ജസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് വൈറ്റ് ആക്കി. അപ്പോൾ ഗൈസ് ഇതാ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അഡീഷണലായിട്ട് നമുക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേമാതിരി കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. കാരണം iOS ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇമോജീസ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കീബോർഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഫോണിൽ വെച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. പിന്നെ 1K ലൈക്ക് നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.